അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടിവിയിലൊക്കെ വന്നല്ലോ. ഇതിനാന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവവേദനയോ രാഷ്ട്രീയത്തിൽ ചോരെഴുത്ത് നടത്തിയോ, അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ, കടത്തിനെ കിടന്ന് ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതായിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നിൽ മന്ത്രിയാ എനിക്ക് പറ്റിയ ഒരു കൈപ്പഴയാണല്ലോ ഇത് എല്ലാം കൊണ്ടും. ഞാൻ പേടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി കുറ്റിയിട്ടിട്ടായിരിക്കും. ഈ അടിയും പിടിയും എല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, തലയിലെല്ലാം മുഴച്ചു വന്നു, കഴുത്തിലെല്ലാം പാടായിരുന്നു, മൂക്കിൽ ഇടിച്ചിട്ടുണ്ട്, എന്തോ ഒരു സാധനം, ഒരു ചെയറിൻ്റെ എന്തോ ഹാൻഡിൽ എന്തോന്നോ പൊട്ടി വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അടിച്ചത്. ഇവിടെയെല്ലാം പാടുകളും ഇവിടെയും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ബാക്കിലൊക്കെ നീലിച്ച്, കയ്യിലിവിടെ നീലിച്ച് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അപ്പോഴാണ് എനിക്ക് ആ വേദനയൊക്കെ തോന്നി, ഫിസിക്കൽ വേദന അപ്പോഴാണ് വന്നത്. അതുവരെ ഞാൻ ആകെ അപ്സെറ്റ്, തകർന്നു പോയതിൻ്റെ ഒരു അപ്സെറ്റായിരുന്നു. പിന്നെയാണ് ഫിസിക്കൽ വേദന വന്നത്. അപ്പോഴും ഞാൻ എൻ്റെ കൊച്ചുമ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുക. സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് സിവിയറായ വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞിന് ഉള്ള സഹായം നിഷേധിക്കുന്ന ആൾക്ക് എന്ത് മനുഷ്യത്വം? പിന്നെ അതൊരു മനുഷ്യനാണോ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? മറുപടി പറയട്ടെ. അപേക്ഷിച്ചു, ഒരു സ്ഥലമോ ഒരു സ്വത്തോ ഒന്നും വേണ്ട, ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാം, പക്ഷേ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണം എന്ന്. ചെയ്യില്ല എന്ന് തീർത്തു. ഒരു പൈസ പോലും തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഔദാര്യമല്ല, എന്റെ അച്ഛന്റെ. കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല.